നമുക്ക് അഞ്ചാമത്തെ പ്രോബ്ലത്തിലോട്ട് പോവാം. അഞ്ചാമത്തെ പ്രോബ്ലം പറയുന്നത് ഇഫ് വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് ഇസഡ് കെ ക്യാ ആർ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ ആർ പ്രൂവ് ദാറ്റ് ഡെൽ സ്ക്വയർ ആർ റൈസ് ടു എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് ടു. അതായത് ക്വസ്റ്റിന് പറയുന്നത് വെക്റ്റർ ആർ തന്നിട്ടുണ്ട് എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് ഇസഡ് കെ ക്യാ ആർ ഇസ് ഈക്വൽ ടു മോഡ് ആർ ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ ഡെൽ സ്ക്വയർ ആർ റൈസ് ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് ടു ആണ് നമ്മൾ തെളിയിക്കണം. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെക്റ്റർ ആർ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് ഇസഡ് കെ ക്യാ. നമ്മൾ ഈ ചെയ്യേണ്ടത് ഡെൽ സ്ക്വയർ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുന്നത്. എന്താണ് ഡെൽ സ്ക്വയർ? ഡെൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ. ഇനി എന്തായിരിക്കും ഡെൽ സ്ക്വയർ ആർ റൈസ് ടു എൻ? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ആർ റൈസ് ടു എൻ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ ആർ റൈസ് ടു എൻ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ ആർ റൈസ് ടു എൻ. സോ നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഒരു തവണ ഡെറിവേറ്റീവ് എടുക്കുക വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ആർ റൈസ് ടു എൻ. ആർ റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ആർ റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എൻ ആർ റൈസ് ടു എൻ മൈനസ് വൺ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ആർ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പോവുക ഡോ ബൈ ഡോ വൈ ഓഫ് എൻ ആർ റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എൻ ആർ റൈസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ്. ഇനി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഡോ ആർ ബൈ ഡോ എക്സ്, ഡോ ആർ ബൈ ഡോ വൈ, ഡോ ആർ ബൈ ഡോ ഇസഡ്. ഈ മുകളിൽ വെക്റ്റർ ആർ തന്നിട്ടുണ്ട്. എന്താണ് വെക്റ്റർ ആർ? എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് ഇസഡ് കെ ക്യാ. തൽക്കാലം നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് ഇസഡ് കെ ക്യാ ആണെങ്കിൽ ആർ എന്തായിരിക്കും? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. എങ്കിൽ എന്തായിരിക്കും ആർ സ്ക്വയർ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇനി ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ഇവിടെ ഡി ആറും വിത്ത് റെസ്പെക്ട് ടു എക്സും വെച്ച് ഡെറിവേറ്റ് ചെയ്യുക. സോ 2r dr is equal to 2x dx. അടുത്തത് വിത്ത് റെസ്പെക്ട് ടു ഇവിടെ ആർ കൊണ്ടും വിത്ത് റെസ്പെക്ട് ടു ഇവിടെ വൈ കൊണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. സോ 2r dr is equal to 2y dy. ഇനി ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ആർ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ഡെറിവേറ്റീവ് എടുക്കുക. 2r dr is equal to 2z dz. സോ ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഡി ആർ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ ആർ ആണ്. ഡി ആർ ബൈ ഡി വൈ എന്ന് പറയുന്നത് വൈ ബൈ ആർ ആണ്. ഡി ആർ ബൈ ഡി ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബൈ ആർ ആണ്. സോ ഡി ആർ ബൈ ഡി എക്സ് അത് തന്നെയാണ് ഡോ ആർ ബൈ ഡോ എക്സും. സോ ഡോ ആർ ബൈ ഡോ എക്സിന് എക്സ് ബൈ ആർ എന്നും ഡോ ആർ ബൈ ഡോ വൈക്ക് വൈ ബൈ ആർ എന്നും ഡോ ആർ ബൈ ഡോ ഇസഡിന് ഇസഡ് ബൈ ആർ എന്നും നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ ആർ, ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറയുന്നത് വൈ ബൈ ആർ, ഡോ ആർ ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബൈ ആർ. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, ഈ ആറ് എന്താണ്? ആർ റൈസ് ടു 1 ആണ്. മോളിൽ പോകുമ്പോൾ ആർ റൈസ് ടു മൈനസ് 1, ഇവിടെ ആർ റൈസ് ടു എൻ മൈനസ് 1. സോ ആർ റൈസ് ടു എൻ മൈനസ് 1 മൈനസ് 1 ആർ റൈസ് ടു എൻ മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ ആർ റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എൻ ആർ റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എൻ ആർ റൈസ് ടു എൻ മൈനസ് 2 ഇൻറ്റു ഇസഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ആർ എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, വൈ എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ആർ എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ഇസഡ് എന്ന് പറയുന്നതും ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആണ്, ആർ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആണ്. സോ നമ്മളിവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ എൻ എക്സിന് ആദ്യം വെറുതെ വിടുക. എൻ എക്സ് ഇൻറ്റു ആർ റൈസ് ടു മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? -2 r raised to
-2 -1 -3. So nx into -2 r raised to n -3 into dou r by dou x plus ഇനി n r raised to n -2 നെ വെറുതെ വിടുക. സോ n r raised to n -2 into എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ് 1. ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എന്ത് വരും? nx into n -2 into r raised to n -3. സോ ny ആണ്, സോറി ny into n -2 into r raised to n -3 dou r by dou y plus n r raised to n -2 പ്ലസ് അടുത്ത എന്താണ്? xi yi, ഇനി z കൂടെ ഉള്ളൂ, nz into n -2 into r raised to n -3 dou r by dou z plus n r raised to n -2. സോ ഇനി നമുക്ക് ഇതിൽ നിന്ന് ആരെയൊക്കെ കോമൺ എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഒരു n ഉണ്ട്. സോ നമുക്കൊരു n കോമൺ എടുക്കാം. അടുത്തത് r raised to n -3 ഉണ്ട്, r raised to n -2 ഉണ്ട്. അപ്പോൾ അതിന് r raised to n -2 പുറത്തെടുക്കുക. r raised to n -2 into x into n -2 into r raised to -1. കാര്യം എന്താണ്? r raised to n -3 എന്ന് പറയുന്നത് r raised to n -2 by r ആണ്. r നെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ r raised to n -2 -1. അപ്പോൾ r raised to n -3. സോ x into n -2 by r, നമ്മൾ പഠിച്ച ഡോ ആർ ബൈ ഡോ എക്സ് എന്ത് തന്നെയാണ്? എക്സ് ബൈ ആർ തന്നെയാണ്. എക്സ് ബൈ ആർ പ്ലസ് വൈ ബൈ ആർ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. n -2 ഇൻറ്റു വൈ ബൈ ആർ. എന്തുകൊണ്ടാണ് വൈ ബൈ ആർ? കാര്യം ഡോ ആർ ബൈ ഡോ ബൈ വൈ ബൈ ആർ ആണ്. ഇവിടെ വൈ ഇൻറ്റു n -2 ഇൻറ്റു ആർ റൈസ് ടു -1, അത് 1 ബൈ ആർ തന്നെയാണ്. പ്ലസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, ഇസഡ് ബൈ ആർ ഇൻറ്റു n -2 ഇൻറ്റു ഇസഡ് ബൈ ആർ. സോ ഇതിൽ നിന്നൊരു n -2 നമുക്ക് പുറത്തെടുക്കാം. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മളൊരു n r raised to n -2 പുറത്തെടുത്തു. ഇതിൽ നിന്ന് ഒരു n r raised to n -2 എടുത്തു. ഇതിൽ നിന്ന് ഒരു n r raised to n -2 എടുത്തു. അതിൻ്റെ ഒരു 1 വരും. പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1. സോ എന്ത് വരും? n r raised to n -2, ഈ 1 പ്ലസ് 1 പ്ലസ് 1 3 എന്ന് എടുക്കാം. 3 പ്ലസ് എക്സ് ബൈ ആർ എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ, ഇത് ചേരുമ്പോൾ വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ, ഇത് ഇസഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ, ഇവരിലെല്ലാം n -2 കോമൺ. സോ n -2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ബേസ് സെയിം ആയതുകൊണ്ട് ഇതിനെന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർഡ് എന്ന് എഴുതാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർഡ് എന്ന് എഴുതാം. നമ്മൾ പഠിച്ചു എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർഡ് ആണ്. സോ ഈ ടേം എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? n r raised to n -2 ഇൻറ്റു n -2 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു n r raised to n -2 ഇൻറ്റു -2 പ്ലസ് 3 എന്താണ്? പ്ലസ് 1 ആണ്. സോ n പ്ലസ് 1. സോ നമ്മുടെ ഉത്തരം കിട്ടിയില്ലേ? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു r raised to n -2. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ പ്രോബ്ലം. സോ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അതായത് വെക്റ്റർ ആർ എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് ഇസഡ് കെ ക്യാപ്പ് ആണ്. ആർ ഇസ് ഈക്വൽ ടു മോഡ് വെക്റ്റർ ആർ ആണ് എങ്കിൽ ഡൈവർജൻറ്റ് ഓഫ് വെക്റ്റർ ആർ ബൈ ആർ ക്യൂബ് 0 ആണെന്ന് തെളിയിക്കണം. എന്താണ്? ഡൈവർജൻറ്റ് ഓഫ് വെക്റ്റർ ആർ ബൈ ആർ ക്യൂബ് ഈക്വൽ ടു 0 ആണ് നമ്മൾ തെളിയിക്കണം. സോ നമ്മൾ ഓൾറെഡി ഇവിടെ വെക്റ്റർ ആർ എഴുതി വെച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് ഇസഡ് കെ ക്യാപ്പ്. സോ what is vector r by r cube? x by r cube I cap plus y by r cube j cap plus z by r cube k cap. ഇനി ഡൈവർജൻ്റ് എടുക്കുക. ഡൈവർജൻ്റ് ഓഫ് വെക്റ്റർ ആർ ബൈ ആർ ക്യൂബിൻ്റെ മീനിങ് എന്താണ്? ഡെൽ ഡോട്ട് വെക്റ്റർ ആർ ബൈ ആർ ക്യൂബ്. ഡെൽ ഡോട്ട് എനിത്തിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഡെൽ എന്താണെന്ന് കഴിഞ്ഞ നാലാമത്തെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നാലാമത്തെ പ്രോബ്ലം നിങ്ങൾ കണ്ടിട്ടില്ല. ഈ കണ്ടതിന് ശേഷം ഈ പ്രോബ്ലം ചെയ്യാൻ നോക്കുക. ഡെൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഐ ക്യാ പ്ലസ് ഡോ ബൈ ഡോ ബൈ ജെ ക്യാ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാ. വേണേൽ എഴുതാം ഡോ ബൈ ഡോ എക്സ് ഐ ക്യാ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാ. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. ഐയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ജെയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക
പ്ലസ് കെയുടെ കമ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഐയുടെ കമ്പോണൻസ് ആരൊക്കെയാണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ക്യൂബ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ക്യൂബ് പ്ലസ് ജെയുടെ കമ്പോണൻറ്റ് ഡോ ബൈ ഡോ വൈ ബൈ ആർ ക്യൂബ്, ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ ആർ ക്യൂബ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ആരാണ്? ഇസഡ് ബൈ ആർ ക്യൂബ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ആറും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, വൈയും ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ആറും ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ഇസഡും ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആണ്, ആറും ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആണ്. സോ ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. സോ അത് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഡിനോമിനേറ്റർ ആർ ക്യൂബ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് ഇൻറ്റു ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3r സ്ക്വയർ ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡോ ആർ ബൈ ഡോ എക്സ് ബൈ ആർ ക്യൂബ് ദ ഹോൾ സ്ക്വയർഡ് പ്ലസ് ഇതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി. ആർ ക്യൂബ് ഇൻറ്റു 1 മൈനസ് വൈ ഇൻറ്റു 3r സ്ക്വയർ ഇൻറ്റു ഡി ആർ ബൈ ഡി വൈ പ്ലസ് ദ ഹോൾ ബൈ ആർ ക്യൂബ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ ക്യൂബ് ഇൻറ്റു 1 മൈനസ് ഇസഡ് ഇൻറ്റു 3r സ്ക്വയർഡ് ഡി ആർ ബൈ ഡി ഇസഡ് ബൈ ആർ ക്യൂബ് ദ ഹോൾ സ്ക്വയർഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആർ ക്യൂബ് എല്ലാവർക്കും സെയിം ആയതുകൊണ്ട് ഒരു കോമൺ ബേസ് എടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആർ ക്യൂബ് ആർ ക്യൂബ് ആർ ക്യൂബ് 3r ക്യൂബ്. അടുത്തത് എക്സ്, ഇവിടെ ഡി ആർ ബൈ ഡി എക്സ് ഓൾറെഡി നമ്മൾ നേരത്തെ കണക്കി പറഞ്ഞു, അത് എന്താണ്? എക്സ് ബൈ ആർ ആണ്. സോ എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ, എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർഡ്, എക്സ് സ്ക്വയർഡ് ബൈ, ശ്രദ്ധിക്കുക, എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ, അപ്പോൾ എക്സ് സ്ക്വയർഡ് ബൈ ആർ എന്ന് വരും. സോറി, എക്സ് സ്ക്വയർഡ് ബൈ ആർ എന്ന് വരും. സോ എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ ഇൻറ്റു 3r സ്ക്വയർഡ്, ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക, മൈനസ് വൈ ഇൻറ്റു വൈ ബൈ ആർ ഇൻറ്റു 3r സ്ക്വയർഡ് മൈനസ് ഇസഡ് ഇൻറ്റു ഇസഡ് ബൈ ആർ ഇൻറ്റു 3r സ്ക്വയർഡ്. ഇവിടെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 3r ക്യൂബ് മൈനസ് ഈ 3 പേരിലും ഒരു 3r സ്ക്വയർഡ് കോമൺ ആണ്. സോ 3r സ്ക്വയർഡ് കോമൺ എടുക്കാം. എന്ത് വരും? എക്സ് സ്ക്വയർഡ് ബൈ ആർ പ്ലസ് വൈ സ്ക്വയർഡ് ബൈ ആർ പ്ലസ് ഇസഡ് സ്ക്വയർഡ് ബൈ ആർ, എക്സ് സ്ക്വയർഡ് ബൈ ആർ പ്ലസ് വൈ സ്ക്വയർഡ് ബൈ ആർ പ്ലസ് ഇസഡ് സ്ക്വയർഡ് ബൈ ആർ. എന്ത് ചെയ്യുക? ദ ഹോൾ ബൈ എന്താണ്? ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ആർ ക്യൂബ് ദ ഹോൾ സ്ക്വയർഡ് എന്നാണ്, അതൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ആർ ക്യൂബ് ദ ഹോൾ സ്ക്വയർഡ്, അപ്പോൾ ഇവിടെ ആർ ക്യൂബ് ദ ഹോൾ സ്ക്വയർഡ്. ഇനി ഞാൻ പറഞ്ഞ എല്ലാവർക്കും ബേസ് സെയിം ആയതുകൊണ്ട് 3r സ്ക്വയർ ക്യൂബ് മൈനസ് 3r സ്ക്വയർഡ് ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവർക്കും ബേസ് സെയിം ആയതുകൊണ്ട് എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർഡ് ദ ഹോൾ ബൈ ആർ എന്ന് വരും. ഞാൻ പറഞ്ഞു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർ എന്താണ്? ആർ സ്ക്വയർഡ്. സോ ആർ സ്ക്വയർഡ് ബൈ ആർ, അപ്പോൾ എന്തായിട്ട് മാറും? ആറായിട്ട് മാറും. ദ ഹോൾ ബൈ ആർ ക്യൂബ് ദ ഹോൾ സ്ക്വയർഡ്. അപ്പോൾ എന്താണ്? 3r ക്യൂബ് മൈനസ് 3r സ്ക്വയർഡ് ഇൻറ്റു ആർ, അപ്പോൾ അതെന്താണ്? 3r ക്യൂബ്. സോ 3r ക്യൂബ് മൈനസ് 3r ക്യൂബ് ബൈ ആർ ക്യൂബ് ദ ഹോൾ സ്ക്വയർഡ്. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 3r ക്യൂബ് മൈനസ് 3r ക്യൂബ് മൈനസ് 0 ആണ്. സോ ആൻസർ നമുക്ക് 0 എന്ന് കിട്ടി. സോ ഇതാണ് നമ്മുടെ പ്രോബ്ലം നമ്പർ 6. സോ നമുക്കിനി 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇഫ് വെക്റ്റർ ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ് ആൻഡ് ആർ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് വെക്റ്റർ ആർ, then del square f of r is equal to f double dash r plus 2 by r f dash r. ഒന്നുകൂടെ വായിക്കാം. del square f of r is equal to f double dash r, അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് f of r പ്ലസ് 2 by r ഇൻറ്റു f dash r, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് f of r. സോ ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അതായത് 5ാമത്തെ ക്വസ്റ്റ്യന് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 7ാമത്തെ ക്വസ്റ്റ്യൻ. സോ ഡെൽ സ്ക്വയർ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഡെൽ സ്ക്വയർ f of r എന്താണ്? ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ f of r പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ എഫ് ഓഫ് ആർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ എഫ് ഓഫ് ആർ. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. സോ ഡോ ബൈ
ഡോ എക്സ് ഓഫ് എഫ് ഡാഷ് ആർ ഇൻറ്റു, ഞാൻ പറഞ്ഞു എഫ് ഡാഷ് ആർ, ആർ എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. സോ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു ആർ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. സോ ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു ആർ ഇസഡിൻ്റെ ഫംഗ്ഷനാണ്. സോ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ്. നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് കണ്ടുപിടിച്ചു ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എക്സ് ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറയുന്നത് വൈ ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബൈ ആർ ആണ്. സോ ഇതിനെന്ത് ചെയ്യാം? ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഡാഷ് ആർ ഇൻറ്റു എക്സ് ബൈ ആർ പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു വൈ ബൈ ആർ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഇൻറ്റു എഫ് ഡാഷ് ആർ ഇൻറ്റു ഇസഡ് ബൈ ആർ. സോ നമുക്കിവിടെ ചെയ്യാം. ഇതിനെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുക. വീണ്ടും ഡെറിവേറ്റീവ് എടുക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സ് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ആർ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. പക്ഷേ ഇവിടെ അഡീഷണൽ ഒരു ആറും ഉണ്ട്. വൈ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ആർ ഒരു ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ഇസഡ് ഒരു ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആണ്, ആർ ഒരു ഫംഗ്ഷൻ ഓഫ് ഇസഡ് ആണ്. സോ നമുക്കിവിടെ പ്രോഡക്റ്റ് റൂളും അപ്ലൈ ചെയ്യണം, അതേസമയം കോഷ്യൻ റൂളും അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇസഡ് ബൈ ആർ രണ്ടും ഫംഗ്ഷൻസ് ഓഫ് എക്സ് ആണ്. സോ അതുകൊണ്ട് ഫസ്റ്റ് നമുക്ക് എക്സ് ബൈ ആറിനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എക്സ് ബൈ ആറിനെ മെയിൻറ്റെയിൻ ചെയ്യാം. പ്രോഡക്റ്റ് റൂളാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യണം. എക്സ് ബൈ ആറിനെ മെയിൻറ്റെയിൻ ചെയ്യാം. എഫ് ഡാഷ് ആറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. എഫ് ഡാഷ് ആറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എഫ് ഡബിൾ ഡാഷ് ആർ ഇൻറ്റു, ഞാൻ പറഞ്ഞ ആർ എക്സിൻ്റെ ഫംഗ്ഷനാണ്. സോ ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ഇനി എഫ് ഡാഷ് ആറിനെ മെയിൻറ്റെയിൻ ചെയ്യുക. എഫ് ഡാഷ് ആർ ഇൻറ്റു ഇയാളെ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് എടുക്കുക. ഇയാളുടെ ഡെറിവേറ്റീവിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് ബൈ ആർ. അപ്പോൾ എക്സ് ബൈ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഡിനോമിനേറ്റർ അതായത് ആറ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ആറിൻ്റെ ഡെറിവേറ്റീവ് ഡോ ആർ ബൈ ഡോ എക്സ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ. ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക. വൈ ബൈ ആർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ പ്ലസ് എഫ് ഡാഷ് ആർ ഇൻറ്റു ആർ മൈനസ് വൈ ഡോ ആർ ബൈ ഡോ വൈ ബൈ ആർ സ്ക്വയർ. അടുത്തത് പ്ലസ് ഇസഡ് ബൈ ആർ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ് പ്ലസ് എഫ് ഡാഷ് ആർ ഇൻറ്റു ആർ മൈനസ് ഇസഡ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ് ബൈ ആർ സ്ക്വയർഡ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം ഡോ ആർ ബൈ ഡോ ഇസഡ് എക്സ് ബൈ ആർ ആണ്. സോ എക്സ് ഇൻറ്റു എക്സ് ബൈ ആർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർഡ് ബൈ ആറ്, വൈ ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർഡ് ബൈ ആറ്, ഇസഡ് ഇൻറ്റു ഡോ ആർ ബൈ ഡോ ഇസഡ് എന്ന് പറയുമ്പോൾ ഇസഡ് സ്ക്വയർ ബൈ ആറ്. സോ എക്സ് സ്ക്വയർ ബൈ ആറ്, വൈ സ്ക്വയർ ബൈ ആറ്, ഇസഡ് സ്ക്വയർ ബൈ ആറ്. ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഇവിടെ എന്താണ്? എക്സ് ബൈ ആർ ഇൻറ്റു ഇവിടെ ഒരു എക്സ് ബൈ ആർ ഉണ്ട്, ഇവിടെ ഒരു വൈ ബൈ ആർ ഉണ്ട്, ഇവിടെ ഒരു ഇസഡ് ബൈ ആർ ഉണ്ട്. സോ നമുക്ക് ചെയ്യേണ്ടത് എഫ് ഡബിൾ ഡാഷ് ആർ കോമൺ എടുക്കാം. ഇത് ചെയ്യുമ്പോൾ എന്താണ്? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർഡ്, വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർഡ്, ഇസഡ് ഇൻറ്റു ഇസഡ് ഇസഡ് സ്ക്വയർഡ്. സോ എഫ് ഡബിൾ ഡാഷ് ആർ ഇൻറ്റു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ആർ ആർ സ്ക്വയർഡ്, ആർ ഇൻറ്റു ആർ ആർ സ്ക്വയർഡ്, ആർ ഇൻറ്റു ആർ ആർ സ്ക്വയർഡ്. അപ്പോൾ എല്ലാവർക്കും ആർ സ്ക്വയർഡ് ബേസ് കോമൺ ആണ്. സോ ഇത് ഞാൻ പറഞ്ഞു എക്സ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ് ഇസഡ് സ്ക്വയർഡ് ആർ സ്ക്വയർഡ് ആണ്. അപ്പോൾ ആർ സ്ക്വയർഡ് ബൈ ആർ സ്ക്വയർഡ് 1 പ്ലസ് ഇനി എഫ് ഡാഷ് ആർ കോമൺ എടുക്കുക. സോ എഫ് ഡാഷ് ആർ കോമൺ എടുക്കുമ്പോൾ ഇത് വരും എഫ് ഡാഷ് ആർ ഇൻറ്റു, ഇനി ചെയ്യേണ്ടത് എല്ലാവർക്കും ആർ സ്ക്വയർഡ് കോമൺ ആണ്. സോ ആ ബേസ് ആർ സ്ക്വയർഡ് കോമൺ എടുക്കുക. 6 6 6 ഇപ്പോൾ 3R. ഇനി ശ്രദ്ധിക്കുക, എക്സ് സ്ക്വയർഡ് ബൈ ആർ, വൈ സ്ക്വയർഡ് ബൈ ആർ, ഇസഡ് സ്ക്വയർഡ് ബൈ ആർ. സോ എന്താവും? എസ് സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് പ്ലസ്
z² r. ഇത് നമ്മൾ പറഞ്ഞു x² + y² + z² r². അപ്പോൾ r² r എന്ന് പറയുന്നത് r തന്നെയാണ് ബൈ r². അപ്പോൾ ഇവിടെ സൈഡിൽ എഴുതാം. നമുക്ക് കിട്ടിയ ഉത്തരം f ∬r × 1. f ∬r × 1 എന്ത് തന്നെയാണ് f ∬r പ്ലസ് f ∬r × 3r ഉണ്ട് മൈനസ് r² r r ബൈ r². That is f ∬r plus f ∬r into 3r minus r 2r. 2r by r², 2 by r. ഇതാണ് നമ്മുടെ ഏഴാമത്തെ പ്രോബ്ലം. സോ അഞ്ചാമത്തെ പ്രോബ്ലം, ആറാമത്തെ പ്രോബ്ലം, ഏഴാമത്തെ പ്രോബ്ലം എന്താ പറയുക KTUയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനും 6ാമത്തെ ക്വസ്റ്റ്യനും 7ാമത്തെ ക്വസ്റ്റ്യനും.